പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഇനി ദേവപാലനിന്റെ ഭാര്യയായി ഇവിടെ ജീവിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദേവരാജൻ. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തിരിച്ചടിക്കും എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അഭിഷേക് അവളെ അങ്ങനെയാണ് എങ്കിൽ ഞാൻ തന്നെ കൊല്ലേണ്ടതായി വരും എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ദേവരാജൻ തർക്കത്തിന് മുന്നിലേക്ക് കയറി വരികയും ചെയ്യുന്നു. എന്നാൽ അഭിയാകട്ടെ വിട്ടുകൊടുക്കാൻ താനും തയ്യാറല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ദേവബാലയുടെ കാര്യം ഞാൻ നോക്കുകയില്ല. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഒരിക്കലും വിചാരിക്കാത്ത സംഭവമാണല്ലോ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് ദേവരാജൻ. അതുകൊണ്ട് തന്നെ ദേവബാലയോട് നീ യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്ന് വ്യക്തമാക്കുകയും അവനെ നമ്മുടെ വഴിക്ക് നമ്മൾ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറയുകയും ചെയ്യുന്നു. എൻ്റെ മകളെ ഉപേക്ഷിക്കാൻ ഞാനിനി അവനെ സമ്മതിക്കുകയില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്ന ദേവരാജൻ ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയാണ്. നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തു വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇനി വേണ്ട എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം പുതിയൊരു സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ്. രാഹുൽ തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുപോകുമ്പോഴാണ് രാഹുലിന്റെ ചതി കണ്ടെത്തിക്കൊണ്ട് മുന്നിലേക്ക് രാഹുലിന്റെ ഭാര്യയായ ഇഷ കടന്നു വരുന്നത്. ഇത് രാഹുലിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവാണ് ഇതോടെ വന്ന് സംഭവിക്കുന്നത്. കള്ളത്തരം പുറത്തായതിനെ തുടർന്ന് രാഹുലാകെ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. പൈസ അടിച്ചു മാറ്റാൻ ശ്രമിച്ചത് മറ്റാരുമല്ല രാഹുലാണ് എന്ന് ഇഷ നിസംശയം തെളിയിച്ചിരിക്കുകയാണ്. ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് രാഹുൽ. കാര്യങ്ങൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് റാംമോഹന്റെ കാലു പിടിച്ച് മാപ്പ് പറയുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.